ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഫെഫ്ക എന്ന സംഘടന 16 വർഷം കൊണ്ട് എപ്രകാരമാണ് വളർന്നതെന്ന് ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ അതിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് നിർവഹിച്ചതെന്നും എന്നതിൻ്റെ തെളിവും നേർസാക്ഷ്യവുമായിരിക്കും നാളത്തെ തൊഴിലാളി സംഗമം. അപ്പോൾ ഞങ്ങളുടെ അതിഥികളായിട്ട് ശ്രീ മോഹൻലാൽ, ശ്രീ ടൊവിനോ, ശ്രീ സിദ്ദീഖ്, ശ്രീ ജനാർദ്ദനൻ, ശ്രീ ജോജു, ശ്രീമതി ഉർവശി, പ്രിയപ്പെട്ട നടിമാരായിട്ടുള്ള ഐശ്വര്യ ലക്ഷ്മി, നിഖില വിമൽ, രജിഷ വിജയൻ, അനശ്വര രാജൻ, ഞാനാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വരുന്നുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ഇതര സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഇവരുടെ എല്ലാവരുടെയും പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ സാംസ്കാരിക സംഘടനയായ മാക്ടയുടെ സജീവ പങ്കാളിത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ മലയാള സിനിമ നാളത്തെ ദിവസം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിനകത്തോ പുറത്തോ മലയാള സിനിമകളുടെ ചിത്രീകരണം ഇപ്പോൾ ഇല്ല. ഒപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ജൂണിൽ, ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല, കഴിഞ്ഞ ജൂണിലാണ് മലയാളത്തിലെ ടെലിവിഷൻ രംഗത്ത് ആദ്യമായിട്ടൊരു തൊഴിലാളി സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. ഇതുവരെ ഇല്ല. അത് ആലോചിച്ച് നോക്കണം. കേരളം പോലൊരു സംസ്ഥാനത്ത് ടെലിവിഷൻ രംഗത്ത് ആദ്യമായിട്ട് ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കപ്പെടുന്നത് കഴിഞ്ഞ ജൂണിലാണ്. അത് ഞങ്ങളുടെ അംഗസംഘടനയാണ്. ഫെഫ്ക MGTV എന്നാണ് ആ സംഘടനയുടെ പേര്. അത് ഇതിനകം 1500ഓളം അംഗങ്ങളുള്ള വലിയ സംഘടനയായിട്ട് വളർന്നിട്ടുണ്ട്. അവരുടെ സജീവമായ പങ്കാളിത്തം നാളെ ഉണ്ടാവും. അപ്പോൾ ടെലിവിഷൻ സീരിയലുകളും വെബ് സീരീസും ഒന്നും നാളെ ചിത്രീകരണം ഉണ്ടാവുന്നതല്ല. അവരെല്ലാവരും വളരെ ആവശ്യത്തോടുകൂടി ഈ കൺവെൻഷനിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം പൊതുസമൂഹത്തിന് കൺവേ ചെയ്യുകയും ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരോഗ്യ സുരക്ഷ എന്നുള്ളത് ഏതൊരു തൊഴിൽ രംഗത്തും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ചില മാർഗങ്ങളെ ഇതിനകത്തുള്ളൂ, ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരു സ്വാശ്രയ ബോധത്തോടുകൂടി നമ്മളുടെ തന്നെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ മറ്റ് തൊഴിൽ മേഖലകൾക്കും എനിക്ക് തോന്നുന്നത് ഇത് പിന്തുടരാവുന്ന ഒരു മാതൃകയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഫെഫ്കയ്ക്കുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളാണ്. ആ വിവരം പറയാനും നിങ്ങളെ നാളത്തെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുണ്ടാവണം. അത് ഫലപ്രദമായ രീതിയിൽ അത് കവർ ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം.